ഹലോ ഗായ്സ്, വെൽക്കം ടു നങ്ങുഷിക ഡയറീസ്. ഇന്നത്തെ എന്താ വിശേഷം നോക്കാം നമുക്ക്. ഞാൻ അങ്ങനെ ട്രിവാൻഡ്രത്ത് നിന്ന് തൃശ്ശൂർ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നാട്ടിലോട്ട് വന്നു. തൃശ്ശൂർ ഇറങ്ങിയ പാടെ ഇതേ എന്നെ കാത്തത് എബി വന്ന് നിൽക്കുന്നുണ്ട്. സോ പെട്ടെന്ന് തന്നെ ഞാൻ വേഗം എബിയെ കണ്ട എക്സൈറ്റ്മെൻറ്റും നാട്ടിലെത്തിയതിൻ്റെ സന്തോഷം കൊണ്ടും വേഗം കയറി അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ് കേട്ടോ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. ഈ ഒരു മാസത്തിനിടയിൽ എന്തൊക്കെ സംഭവിച്ചു, ഫോണിൽ കൂടെ സംസാരിക്കുന്നത് പോലെയല്ലല്ലോ നമ്മൾ നേരിട്ട് ഒരുമിച്ചൊരു ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഒന്നിച്ചിരിക്കുന്ന നിമിഷങ്ങൾ നമ്മൾ ആനന്ദകരമായി ആസ്വദിച്ചിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. പാട്ടൊക്കെ പാടി വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ഇപ്പോൾ ഷെയ്ക്ക് കുടിക്കാനാണേ. കാര്യം ഇതിപ്പോൾ ഒരു ശീലമായി. എപ്പോൾ തൃശ്ശൂർ വന്ന് ഇറങ്ങുന്നു അപ്പോൾ നേരെ ഈ കടയിൽ പോയിട്ട് ഷേക്ക് കുടിക്കാം. ചേട്ടനാണ് കേട്ടോ ആക്ച്വലി ഈ ഒരു ശീലം ഉണ്ടാക്കി തന്നത്. ഇപ്പം അത് നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എബി ഉണ്ടാക്കിയ ബീഫൊക്കെ കൊണ്ട് ഞാൻ വീടെത്തി കേട്ടോ. ഇനി വിശേഷങ്ങൾ പറയാം. ഹലോ ഗായ്സ്, ഞാൻ ഇന്നലെ രാത്രി വീടെത്തി. സോ ഇന്ന് ഫുൾ വീട്ടിലെ ഹോം ടൂറല്ല, ലൈക്ക് വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. സോ വെൽക്കം. നമ്മൾ എവിടെയൊക്കെ പോയാലും ഏതൊക്കെ സ്ഥലങ്ങൾ നമ്മൾ പോയി താമസിച്ചു അവിടെ തന്നെ സെറ്റിലായി എങ്ങനെയൊക്കെ ചെയ്താലും നമ്മൾ നമ്മുടെ വീട്ടിൽ ചുമ്മാ ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരിക്കുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് പുറത്ത് നിൽക്കുന്നവർക്കും പഠിക്കാൻ പോകുന്നവർക്കും പുറത്ത് വർക്ക് ചെയ്യുന്നവർക്കും എല്ലാവർക്കും അത് വളരെ റിലേറ്റഡ് ആയിരിക്കും. കാര്യം നമ്മുടെ വീട്ടിൽ കിട്ടുന്നൊരു സമാധാനം എന്ന് പറയുന്നത് ബാക്കി എല്ലായിടത്തും ഉണ്ടാവും, ബട്ട് അതൊരു വ്യത്യസ്തമായൊരു അനുഭവം തന്നെയാണ്. എനിക്കെപ്പോൾ വീട്ടിൽ വന്നാലും അങ്ങനെ തോന്നും, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. പിന്നെ ഇവരാണ് അല്ലു ആൻഡ് ഇല്ലു. നീല നേത്ര എന്നാണ് അവരുടെ പേര്. നമ്മൾ അല്ലു ഇല്ലു പിന്നെ കുറേ പേരുകളൊക്കെ വിളിക്കും കേട്ടോ. ഇവരുള്ളതുകൊണ്ട് പിന്നെ വീട്ടിൽ എൻ്റർടൈൻമെൻ്റ് ആണോ എന്ന് ചോദിച്ച് ഒന്നും പറയാനില്ല. സമയം പോകുന്നതെന്ന് അറിയേയില്ല. എന്തുട്ടോ കൊണ്ടുവന്നിട്ട് ഒട്ടിച്ചു വെച്ചേക്ക. ഞാൻ കൊറേ ചേട്ടനാണ് വന്നിട്ട് കണ്ടുപിടിച്ച കാന്തോട്ടിച്ച് വെച്ചേക്ക. മറ്റേ ചേട്ടന്റെ പണ്ടത്തെ നെയ്സാനുണ്ട് അതോട്ടിച്ച് വെച്ചാലും ഇങ്ങനത്തെ പടുപണിയോളാ ചെയ്യണം. ഇത് ഓക്കെ കഴിഞ്ഞിട്ട് പറയാ മേമോ ഒന്നുമില്ലേ, എന്നിട്ട് വാതിലിന്റെ അടച്ച് പോയപ്പോ ഒരു കുട്ടിക്കൊക്കെ തുറന്നിട്ടില്ല. എന്നിട്ട് പറയാ ഇറച്ചി അതിന്റെ ഓർമ്മയില് ആ ഇറച്ചി രസം ഉണ്ടായിരുന്നു. രസം ഉണ്ടായിരുന്നു എനിക്കല്ല എടുത്തു വെക്കണില്ല വെച്ചിട്ട് പിന്നെ സാധനം ഓട്ടം കണ്ടിട്ട് നീ എന്തിനോടിയേ? ടീച്ചർ പറയാ പിടിച്ച് നാലാ കൊടുക്കുക. ചിറ്റ പറഞ്ഞു മേക്ക് വരട്ടാം. ശരിയാക്കി തന്നിട്ട് മതി. എനിക്ക് മേക്ക് വത്തലല്ല കണ്ണ് കാടാ മേക്ക് വരട്ടാം. സോ ഞങ്ങള് മഞ്ഞളൊക്കെ ഇട്ടിരിക്കാം. മഞ്ഞൾ മീൻസ് നാൽപ്പാമരാതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നാൽപ്പാമരാതി ഇട്ടിരിക്കുക. കണ്ണൂട്ടുണ്ട് കേട്ടോ. കണ്ണേ എന്താ ഞങ്ങളുടെ സ്കിൻ കെയർ ഡേ, നാൽപ്പാമരാതി ഡേ ആണ്.
സോ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മേക്കപ്പ് ചെയ്യാണ് കേട്ടോ. എൻ്റെ ഏകദേശം ഒരു ടച്ചപ്പ് ഒക്കെ കഴിഞ്ഞു. ഇതേ ഇല്ലൂസ് പണിതുകൊണ്ടിരിക്കുകയാണ് കാര്യമായിട്ട്. ഇല്ലൊരു നുണക്കുഴി കണ്ട എല്ലാവരും? നുണക്കുഴി കാണിച്ചോട്ടെ. ആയി കണ്ട നുണക്കുഴി. ആ, ഒരാളുടെ ഡ്രസ്സ് ഇട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പുതിയ ഡ്രസ്സ് എടുത്ത് മാറി വരുന്നുണ്ട്. ഇവരൊരുമിച്ച് കണ്ട ട്വിൻസാണ് എന്ന് എല്ലാവരും പറയലുണ്ട് കേട്ടോ. പക്ഷേ മഞ്ഞക്കിളിയില്ല, അതാണ്. അല്ലു ആണ് മൂത്ത ആൾ, മറ്റത് ചെറുത്. 1.25 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് രണ്ടാൾ തമ്മിൽ. പക്ഷേ കുറുമ്പിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല. തല്ലുകൂട്ടം അടിപിടിയാണ് ഫുൾ ടൈം. ഇപ്പം എന്തോ മര്യാദയ്ക്ക് നിന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇഡ്ഡലിയുണ്ട്, ദോശയുണ്ട്, സാമ്പാറുണ്ട്. എനിക്ക് 2 ദോശ മതി അമ്മ. മുട്ടയുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ കഴിക്കാതിരിക്കുകയാണ് കേട്ടോ. ഞാൻ മാത്രമല്ല നമ്മളെല്ലാവരും ഇറയത്തിരുന്നാണ് ഫുഡ് കഴിക്കുക. എന്താണെന്നറിയില്ല, പണ്ട് തൊട്ടുള്ള ഒരു ശീലമായി. രാത്രി ഒഴിച്ച് ബാക്കി രാവിലെയും ഉച്ചയ്ക്കും ചായ കുടിയും ഒക്കെ ഈ ഇറയത്തിരുന്നാണ്. എന്തോ രസമാണ് പുറത്ത് കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് കഴിക്കാൻ. അങ്ങനെ ആയിരിക്കാം പണ്ട് മുതലേ നമ്മളെല്ലാവരും ഇവിടെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുക. പിന്നെ അമ്മ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് നിൽക്കുന്നവർക്ക് എന്തായാലും അറിയാമല്ലോ. ഒബ്വിയസ്ലി അതിൽ പരം നമുക്ക് സ്വർഗം ആണ്. അത്രയും മേ ബി 1 മാസം കഴിഞ്ഞ് വരുമ്പോൾ 2 മാസമൊക്കെ അത്രയ്ക്കൊന്നും ഞാൻ കാത്തിരിക്കാറില്ല. മാക്സിമം പറ്റുന്ന സമയത്തൊക്കെ വരാറുണ്ട് കേട്ടോ. കാര്യം ഇവരും കൂടെ ഉള്ളതുകൊണ്ട് വീട്ടിൽ അത്രയും എൻ്റർടൈൻമെൻ്റാണ്. സമയം പോകുന്നതേ അറിയില്ല. എത്ര പെട്ടെന്നാണ് ഓരോ ദിവസങ്ങൾ പോകുന്നത്. ഒന്നും ചെയ്യാനുണ്ടാവില്ല, ചുമ്മാ അവരുടെ കൂടെ ഇങ്ങനെ ഇരിക്കുക, ടൈം സ്പെൻഡ് ചെയ്യുക, കുറേ ചിരിക്കുക. അങ്ങനെയൊക്കെയാണ് എൻ്റെ വീട്ടിലെ സമയം പോക്ക്. ഇപ്പോഴത്തെ ഇവരുടെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ റീലെടുക്കലാണ് കേട്ടോ. ഏതെങ്കിലും ഡാൻസ്, ഇപ്പോൾ ഏതെങ്കിലും ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഏതെങ്കിലും സോങ്ങിൻ്റെ ഡാൻസൊക്കെ പഠിച്ച് സെറ്റായിട്ടിരിക്കുക. എന്നിട്ട് ഞാൻ വരുമ്പോൾ റീലെടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കും ആ പരിപാടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർ തന്നെ പ്ലാൻ ചെയ്ത് അവർ തന്നെ എപ്പോൾ നിർത്തണം എപ്പോൾ തുടങ്ങണം എല്ലാം പറഞ്ഞു തന്നോളാം. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പല പാട്ടും ഞാൻ ഇവർ വഴിയാണ് അറിയുന്നത്. ഫുൾ ഡാൻസ് എല്ലാം പിന്നെ 2 പേരും ഒരുമിച്ച് TV നോക്കി അല്ലെങ്കിൽ ഫോണിലെ വീഡിയോ നോക്കി എല്ലാം പഠിച്ചു വയ്ക്കും. എന്നിട്ട് ഒരു ദിവസം ഇതുപോലെ ഞാൻ വരേണ്ടി വരും മിക്കവാറും വീഡിയോ എടുത്ത് കൊടുക്കണമെങ്കിൽ. ചില സമയം ഞാനും കൂടും കേട്ടോ. ഇവരുടെ റീലിൻ്റെ ഒരു ഭാഗമാവാറുണ്ട് ഞാൻ ചിലപ്പോൾ. എന്തോ എനിക്ക് പൊതുവേ വീഡിയോ എടുക്കലും ഡാൻസും ഒക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കുട്ടികളുടെ കൂടെ ഞാനും ചേർന്ന് നിൽക്കലുണ്ട്. പക്ഷേ അതൊക്കെ എനിക്കിപ്പോഴൊരു മെമ്മറി, കൂടുതൽ ഓർമ്മകൾ ഉണ്ടാക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ അറിയില്ല. നമ്മൾ ഇങ്ങനെ അവരുടെ കൂടെ അങ്ങ് ആയിപ്പോവും. അതാണ് വീട്ടിൽ കുട്ടികളുള്ളവർക്കൊക്കെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ കാര്യമായിട്ട് ഒരു റീൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ടാളും കളിക്കുന്നത് ശരിയാണോ അതൊന്നുമല്ല, ബട്ട് അവരത് എൻജോയ് ചെയ്യുന്നത് അതിലാണ് ഏറ്റവും വലിയ കാര്യം. ലിപ്സ്റ്റിക് ഇട്ടിരിക്കുകയാണ് കേട്ടോ. അല്ലോ ഷെയ്ഡ് എങ്ങനെയുണ്ട്? ബാമാണ് ഷോപ്പിൻ്റെ ഇതാണ് കളർ. ലാസ്റ്റ് ഒരു ലിപ്സ്റ്റിക്കാണ്, അതൊരു ബ്രൗൺ ഷെയ്ഡാണ്. അത് തുറക്കാൻ പറ്റുന്നില്ല. തുറക്കണ്ട ഷെയ്ഡാണ്. വെച്ചാളം ഇടുന്നതാണ്. ഇത് അത് തന്നെയാണ് കേട്ടോ. ഇത് ഒരു ചോപ്പ ഷെയ്ഡാണ്. ഇത് അത് ഒരുമിച്ച് കൂടി ഇട്ടപ്പോൾ നല്ല ചോപ്പയായിട്ട് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ കുട്ടി വ്ളോഗറുടെ ലിപ്സ്റ്റിക് ഷെയ്ഡ് പരിചയപ്പെടുത്തൽ? ഞാൻ ആലോചിക്കുക, എല്ലാം ഇങ്ങനെ അവർ യൂട്യൂബും TV ഒക്കെ കണ്ട് ഇപ്പോൾ എല്ലാവരും വ്ളോഗർമാരാണ് വീട്ടിൽ. അല്ലു ആണെങ്കിലും ഇല്ലു ആണെങ്കിലും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ വീണ്ടും ഇറയത്ത് ഒത്തുകൂടിയിരിക്കുകയാണ്. നമ്മുടെ മെയിൻ ഒത്തുകൂടൽ ഏരിയ ആണ് കേട്ടോ ഈ ഫ്രണ്ടിലെ ഇറയെന്ന് പറയുന്നത്. എപ്പോഴും ആരെങ്കിലുമൊക്കെ ഇറയത്തുണ്ടായിരിക്കും. സംസാരിക്കാനാണെങ്കിലും ഫുഡ് കഴിക്കാനാണെങ്കിലും ചായ കുടിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും.
നന്നായി ഭക്ഷണം സമയത്ത് നന്നായി ഭക്ഷണം. രണ്ട് കുട്ടികളുടെ അച്ഛനാണ്. എന്റെ ഭാര്യയ്ക്ക് കുട്ടികൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു കുടുംബസ്ഥനാണ് ഞാൻ. എനിക്കിപ്പോ എല്ലാം ഓർമ്മ വന്നു. എന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നീ കോപ്പിച്ച് നിർത്തിട്ട് നിന്നെ ഞാൻ ഒരുപാട് പഠിക്കും. നീ എന്നെ പറഞ്ഞു പഠിച്ച് ചതിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചുണ്ടി ഇവിടെ നിൽക്കാണ് ഞങ്ങള്. അതെ, ഞങ്ങള് ക്ഷീണിച്ച് നിൽക്കാനാണ് ഞങ്ങള്. ഈവനിങ് ആയപ്പോ വിചാരിച്ചു ഒരു ഡാൻസ് വീഡിയോ റീൽ എടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ടെറസിൽ വന്നിട്ട് ടാസ്കാര് നല്ല വഴിക്കുണ്ട്. മഴ പെയ്തപ്പോ നല്ല വഴുക്കലുണ്ട്. ഞങ്ങൾ ഡാൻസ് തുടങ്ങിയപ്പോ മഴ പെയ്തു പോയി. ആ, ഇടയ്ക്കൊരു മഴ പെയ്തു. അപ്പൊ മഴയൊക്കെ കിട്ടി. പക്ഷെ കൊള്ളാം. കുറെ കാലത്തിന് ശേഷം ഞാൻ ടെറസിൽ വരുന്നത്. അങ്ങനെ യൂഷ്വലി ടെറസിൽ വരാറില്ല. വഴുക്കലുണ്ട് ഇവിടെ, ഷീറ്റ് ഇടാത്തതുകൊണ്ട് നല്ല വഴുക്കല. അപ്പൊ നമ്മൾ അങ്ങനെ വരലില്ല. പക്ഷെ ഇവിടുത്തെ വ്യൂ സൂപ്പർ വ്യൂ ആണ്. ലൈക്ക് ആ ഫ്രണ്ട് നമുക്ക് കുറച്ച് കണ്ടോ, അങ്ങനെ ഒരു വ്യൂ ആണ്. അപ്പൊ മഴയൊക്കെ പെയ്യുന്ന ടൈം ആകുമ്പോൾ ഇവിടെ നിൽക്കാൻ നല്ല രസമാണ്. വ്യൂ ഒക്കെ കണ്ട് നിൽക്കാം. അപ്പൊ ഞങ്ങള് റീലൊക്കെ എടുക്കാം. വീഡിയോഗ്രാഫി ഇവിടെ തരി. ഹായ് ഹായ്.